ഈ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട് ഇവിടെ വന്നത്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത വീടിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവരിത്ര പ്രതീക്ഷിച്ചില്ല ഇത്രയും നന്നായി ഗവൺമെൻറ് കൺസ്ട്രക്ട് ചെയ്യുന്നുള്ളത്. മേപ്പാടി വയനാടിൻ്റെ മറ്റൊരു ഭൂമിക. ചായത്തോട്ടങ്ങൾക്ക് നടുവിൽ വ്യൂ പോയിന്റുകൾ, അഡ്വഞ്ചർ പാർക്കുകൾ, സൂചിപ്പാറയും 900 കണ്ടിയും. മേപ്പാടിക്കപ്പുറം 13 കിലോമീറ്റർ പോയാൽ ചൂരൽമല, പാലം കടന്നാൽ പിന്നെ മുണ്ടക്കൈ, അട്ടമല, പുഞ്ചിരിമറ്റം. ടൂറിസം ഭൂപടത്തിൽ മേപ്പാടി സ്ഥാനം പിടിച്ചത് ചുരുങ്ങിയ കാലം കൊണ്ടായിരുന്നു. ഇന്ന് അന്നാട്ടുകാർക്ക് ജീവിതം രണ്ടായി പകുത്തുപോയിരിക്കുന്നു. ജൂലൈ 30 മുമ്പും ശേഷവും. കേരള ചരിത്രത്തിൻ്റെ ഏറ്റവും മാരകമായി മാറിയ ഉരുൾപൊട്ടൽ. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വയനാട് ചൂരൽമലയിൽ ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ വീട്, നമ്മളെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത വീടിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ എല്ലാവരും വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ വരണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഫാമിലി ആയിട്ട് എല്ലാവരും വരണം എന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ മുന്നിലാണുള്ളത്. വീടിൻ്റെ ഉള്ളിലൊക്കെ കയറി നോക്കി, സൂപ്പർ വീടാണ്. എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട് ഇവിടെ വന്നത്. ഒരു എല്ലാ സംഭവമല്ലേ. ഇപ്പോൾ 178 വീടാണ് കംപ്ലീറ്റ് ആക്കിയത്. ഇതിപ്പോൾ നമുക്ക് അതിൻ്റെ മാതൃക കാണാൻ വേണ്ടി മാത്രം ഓപ്പൺ ചെയ്തതാണ്. ഇതിനൊരു സവിശേഷത, ഇതിൻ്റെ മുകളിൽ ഒരു വൈദ്യുതി ചാർജ് പോലും ഇവർക്ക് ഭാവിയിൽ ഒരു ബാധ്യതയാകുന്നില്ല. എല്ലാം സോളാർ സംവിധാനത്തിലൂടെ കാര്യങ്ങളൊക്കെ ചെയ്യും. ബാക്കിയുള്ള ഒരുപാട് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ DYFI എല്ലാ വീട്ടിലേക്കും ഓരോ TV കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓരോ സാധനങ്ങളും ആ രീതിയിൽ തന്നെ ആവശ്യമുള്ള സംഗതികളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. വളരെ നല്ല പ്ലാനും കെട്ടിട നിർമ്മാണവും ഊരാളുങ്കൽ ഏറ്റവും നന്നായി അത് നിർവഹിച്ചിട്ടുണ്ട്. ആദ്യം എല്ലാവർക്കും ഒരു ഗവൺമെൻറ് ഇത്രയധികം പോലെ എടുത്തു കൊടുക്കുമ്പോൾ
എത്രമാത്രം സെൻസിയാരിറ്റി അതിൻ്റെ അകത്ത് ഉണ്ടാവും എന്നുള്ളൊരു വേവലാതിയൊക്കെ ഉണ്ടായിരുന്നു. അതാണ് കുറേ ആളുകൾ ഞങ്ങൾക്ക് അക്കൊക്കെയുള്ള പൈസയും കന്നിയൊക്കെ മതിൽ വാങ്ങിപ്പോയത്. പക്ഷേ എത്ര നന്നായിട്ടാണ് ഇതൊക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അതല്ല ഏറ്റവും ചുരുങ്ങി 20 വർഷത്തേക്കുള്ള ഗ്യാരണ്ടിയുള്ള സാധനങ്ങളാണ് എല്ലാം ഉപയോഗിച്ചത്. ഇതൊരു കാട്ടിക്കൂട്ടി ആരെയും തൃപ്തിപ്പെടുത്തലല്ല, ആത്മാർത്ഥമായിട്ട് ചെയ്യലാണ്. വീട്ടിന് പുറത്തുനിന്ന് നോക്കിയാൽ ഒരു ചെറിയ വീടായിട്ട് നമുക്ക് തോന്നുമെങ്കിലും നല്ല സൗകര്യമില്ല, ഒരു വീട്ടിൽ നല്ല സൗകര്യമില്ല. എല്ലാവരെ പോലെ നമുക്കൊരു ആകാംക്ഷ ഉണ്ട് ഇവിടെ നേരിട്ട് വന്നിട്ട് ഇത് കാണണം. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇല്ല, ഇവിടെ അതിപ്പോൾ ഇവർക്കെല്ലാം കൊടുക്കുന്നതിന് മുമ്പേ തന്നെ ഇവർ വന്ന് കണ്ടപ്പോൾ തന്നെ ആദ്യത്തെ വീട് ഒരു നിർമ്മിച്ച് ഇതിൻ്റെ ആളുകളൊക്കെ വന്ന് കണ്ടപ്പോൾ തന്നെ അവരിത്ര പ്രതീക്ഷിച്ചില്ല ഇത്രയും നന്നായി ഗവൺമെൻറ് ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നുള്ളത്. ആരും ഒരാളും ഒരു സാധാരണ എല്ലാത്തിനും വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും. ഇതാവുന്നില്ല, എല്ലാവരും 500 ചില്ലാൻ ആളുകൾ അവർക്ക് വീട് കൊടുക്കണമല്ലോ. ഏതായാലും ഇത് ഇത്രയും നല്ല ഭംഗിയിലെടുത്ത ഊരാനുള്ള സൊസൈറ്റിക്ക് പ്രത്യേക ഒരു അഭിനന്ദനം നമ്മൾ നൽകേണ്ടതാണ് അല്ലേ? അതിനൊക്കെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കപ്പാസിറ്റിയും നിശ്ചയദാർഢ്യം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആളുകളെ കണ്ണിൽ പൊടിയിട്ട് പോകുന്നതിൻ്റെ അപ്പുറത്ത് എക്കാലവും ആളുകൾക്ക് ഉപയുക്തമാകുന്ന രീതിയിൽ, സംതൃപ്തി നൽകുന്ന രീതിയിൽ, കുറ്റമറ്റ രീതിയിൽ ഇതൊരു നല്ല സംവിധാനമല്ലേ. ഇത്ര കോടി ഉറുപ്പ്യ ജനങ്ങൾ നിർലോഭം സഹായിച്ചിട്ടില്ലേ? ഉള്ളവനായാലും ഇല്ലാത്തവനായാലും എല്ലാം അതിൻ്റെ ഒരു ഗാംഭീര്യത്തിൽ തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണം നടന്നിട്ടുള്ളത്.